മുന്നണികൾ സീറ്റ് വിഭജന ചർച്ചകൾ പോലും പൂർത്തിയാക്കാൻ പെടാപ്പാടുപെടുമ്പോൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. 243 നിയമസഭാ സീറ്റുകളുള്ള ബീഹാറിൽ 11 പേരുടെ ആദ്യഘട്ട പട്ടികയാണ് ആം ആദ്മി പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുൻപായിരുന്നു പ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ആം ആദ്മി പാർട്ടി ഇന്നലെ രംഗത്തെത്തിയത്. ബീഹാറിൽ ആദ്യമായാണ് ആം ആദ്മി രാഷ്ട്രീയ പരീക്ഷണത്തിന് കച്ചമുറുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ജൂലൈയിൽ തന്നെ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് മുതിർന്ന ആം ആദ്മി നേതാവായ സൗരഭ് ദ്വരാജും ബീഹാർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഡോക്ടർ മീരാ സിംഗ്, യോഗി ചൌവാൽ, അമിത് കുമാർ സിംഗ്, ബാനു ഭാരതിയ, ശുഭബ യാദവ്, അരുൺ കുമാർ, രജക്, ഡോക്ടർ പങ്കജ് കുമാർ, അഷ്റഫ് ആലം, അഖിലേഷ് നാരായൺ താക്കൂർ, അശോക് കുമാർ സിംഗ്, ധരംരാജ് സിംഗ് എന്നിവരാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച 11 സ്ഥാനാർത്ഥികൾ. എന്നാൽ അതേസമയം തന്നെ മഹാസഖ്യം അധികാരത്തിൽ ഏറുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. മഹാസഖ്യം ആത്മവിശ്വാസത്തിലാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. അതേസമയം സീറ്റ് വിഭജനത്തിലെ കല്ലുകടി പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് NDAയിൽ. SIR, വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ മറുപടി പറയാനാണ് NDAയുടെ നീക്കം. നേരിയ വ്യത്യാസത്തിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുകയാണ് മഹാഗഠബന്ധന്റെ ലക്ഷ്യം. സീറ്റ് വിഭജന കാര്യത്തിൽ പാർട്ടി കക്ഷികൾക്കിടയിൽ ധാരണ ആയിട്ടില്ല എങ്കിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗുജറാത്തിൽ ഉൾപ്പെടെ പരീക്ഷിച്ച് വിജയിച്ച നീക്കം BJP ബീഹാറിൽ നടത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഓരോ മണ്ഡലത്തിലെയും സാഹചര്യം വിലയിരുത്തിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നൽകേണ്ടെന്ന് തീരുമാനിച്ചതോടെയാണ് തമ്മിലടിയും ചേരിപ്പോരും രൂക്ഷമായത്. സീറ്റ് നിഷേധിച്ചാൽ വിമത സ്ഥാനാർത്ഥികൾ ആകാനോ മറ്റ് പാർട്ടികളിൽ ചേരാനോ അതൃപ്തരിൽ ചിലർ ആലോചനകൾ നടത്തുന്നുമുണ്ട്.